നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് കേരളത്തിനൊരു മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. വാദങ്ങളും പ്രതിവാദങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം കഴിഞ്ഞ് KCയെ അനുനയിപ്പിച്ച ഇപ്പോൾ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നു. 2 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചകൾ അതിനൊടുവിൽ KC വേണുഗോപാൽ മുട്ടുമടക്കി. VD സതീശൻ പടനഴിക്കാൻ കേരളത്തിലേക്ക് എത്തി. ഇതിനിടയിൽ വലിയ രീതിയിലുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരുമ്പോൾ കേരളത്തിൽ പ്രധാനമായിട്ടും ചർച്ചയാകുന്ന ഒരു ആശംസ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ്. പാർട്ടിയാണ് തൻ്റെ ജീവിതം, പാർട്ടി തൻ്റെ രക്തത്തിൽ എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു വിവാദമുണ്ടായപ്പോൾ പാർട്ടി ഏറ്റെടുക്കുമെങ്കിൽ അത് വേണ്ട എന്ന് ഉറച്ച തീരുമാനമെടുത്ത VD സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ VD സതീശൻ്റെ ഒരൊറ്റ തീരുമാനമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. അങ്ങനെ ഒരു മനുഷ്യൻ ഇപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി എന്നുള്ള ഒരു രീതിയിൽ ജീവിതം മുന്നോട്ട് പോയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് VD സതീശന്റെ ഈ വിജയം ആശംസകൾ നേരാതെ ഒന്ന് കാണാതെ ഇരിക്കാമായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സജീവമായിട്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള ഒന്ന് മാത്രമല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ രംഗത്തേക്ക് വരുന്നത്. മുഖ്യമന്ത്രിയായി VD സതീശൻ രംഗത്തെത്തുമ്പോൾ അദ്ദേഹത്തിനെ മനസ്സറിഞ്ഞ് ആശംസിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു പ്രതികരണം നടത്തുന്നത്. ആ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നു: കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ പ്രതിപക്ഷത്തിന്റെ കഠിനമായ രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെ കടന്നുപോയവരാണ്. ജനവിരുദ്ധ ഭരണത്തിനെതിരെ തെരുവുകളിൽ സമരം ചെയ്ത 10,000-കണക്കിന് സഹപ്രവർത്തകർ, ക്രൂരമായ മർദ്ദനങ്ങളെ ഏറ്റുവാങ്ങി രക്തം ചൊരിഞ്ഞ സാധാരണക്കാർ, ഭീകരവാദികളെ പോലെ വീടുകളിൽ കയറി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കപ്പെട്ട നിരപരാധികൾ, ഒരു സ്ഥാനവും പ്രതിഫലവും പ്രതീക്ഷിക്കാതെ വീട് വീടാന്തരം കയറി ജനാധിപത്യത്തിന്റെ വോട്ട് അഭ്യർത്ഥിക്കുന്ന പ്രവർത്തകർ, അവരുടെ സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം. അവരുടെ പ്രതീക്ഷയും പരിശ്രമവും ഇന്ന് ജനങ്ങളുടെ സർക്കാരായി രൂപം കൊണ്ടിരിക്കുന്നു. ആ സർക്കാരിനെ നയിക്കാനായി ദൗത്യം ഹൈക്കമാൻഡ് ശ്രീ VD സതീശനെ ഏൽപ്പിച്ചിരിക്കുന്നു. ജനഹിതം മുൻനിർത്തി ജനങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന ഒരു ഭരണമായി ഈ സർക്കാർ മാറുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറിപ്പും. അതേസമയം VD സതീശന്റെ ഈ ഒരു വിജയം, ഈ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഒരു ചരിത്രം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. UDF സംസ്ഥാനത്തെ 140 സീറ്റുകളിൽ 100 സീറ്റുകളിൽ നേടുമെന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ച പോകണമെങ്കിൽ ഈ പറയുന്ന വാക്കിൽ നിന്ന് ഒന്ന് പിറകോട്ട് പോകണം എന്ന് പറയുന്നു. അതായത് 100 സീറ്റ് നേടിയില്ല എങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ VD സതീശൻ. ആ VD സതീശനാണ് ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് ആ കസേരയിൽ ഇരിക്കുന്നത്. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന UDFന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന VD സതീശൻ എത്രമാത്രം കാര്യങ്ങളാണെന്ന് പറഞ്ഞത് എന്ന് ഇന്ന് കേരളം ഓർക്കുന്നുണ്ട്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് 61-കാരനായ VD സതീശൻ ഇന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്നു. പല കോൺഗ്രസ് സഹപ്രവർത്തകരും അന്ന് ഈ പ്രസ്താവനയെ പരിഹസിച്ചിരുന്നുവെങ്കിലും ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സതീശൻ തന്നെയായിരുന്നു കറക്റ്റ് എന്നത് വ്യക്തമായി കഴിഞ്ഞതാണ്. UDF 102 സീറ്റുകൾ നേടിയാണ് തങ്ങളുടെ എക്കാലത്തെ മികച്ച നേട്ടം ഇത്തവണ കൈവരിച്ചത്. കോൺഗ്രസ് 63 സീറ്റുകൾ നേടി. എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 6ാം തവണയും ജയിച്ച VD സതീശൻ UDFന്റെ ഉജ്ജ്വല വിജയത്തിന്റെ പ്രധാന ശില്പിയായി മാറി എന്നതിൽ യാതൊരു സംശയവുമില്ല. ദിവസങ്ങൾ നീണ്ട ചർച്ചയ്ക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം ആ പേര് അംഗീകരിച്ചത്. ഇതോടെ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാൻ സതീശൻ വഴിയൊരുങ്ങിക്കഴിഞ്ഞു. ഈ വർഷം ഫെബ്രുവരിയിൽ നിർണായകമായ തിരഞ്ഞെടുപ്പായിരുന്നു. കോൺഗ്രസ് അണികളെ ആവേശം കൊള്ളിക്കാൻ സതീശൻ ഒരു സംസ്ഥാനതല പര്യടനം അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയത്. ഇത് പാർട്ടിക്ക് വലിയ തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ ഉണ്ടാക്കിയതായിട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ വിശകലനങ്ങൾ വരുന്നതും. 2021 നടന്ന തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF തുടർച്ചയായ 2ാം വിജയം നേടിയതോടെയാണ് പ്രതിപക്ഷ നേതാവായി VD സതീശൻ നിയമിതനാകുന്നത്. അന്ന് വെറും 21 MLA മാരുമായി കോൺഗ്രസിലെ മനോവീര്യം ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു.
പാർട്ടി അണികളിലും UDFിലും ആത്മവിശ്വാസം നിറയ്ക്കുന്നതിനായി ഒരു തലമുറ മാറ്റത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് VD സതീശനെ നിയമസഭാ കക്ഷി നേതാവാക്കിയത്. പിന്നീട് സഖ്യത്തിന്റെ അനിഷേധ്യ നേതാവായി VD സതീശൻ മാറി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള 5 വർഷത്തിനിടെ മുഖ്യമന്ത്രി വിജയനെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് VD സതീശൻ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവായി മാറിക്കഴിഞ്ഞിരുന്നു. CPMനുള്ളിലും ഇടതുപക്ഷ അനുഭാവവുമുള്ള പൊതുസമൂഹത്തിനിടയിലും വിജയൻ ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി വളർന്നപ്പോൾ സതീശന്റെ പോരാട്ട വീര്യമുള്ള രാഷ്ട്രീയം ശ്രദ്ധേയമായി. വിജയൻ സർക്കാരിന്റെ വിവിധ വികസന അവകാശവാദങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലും ഇടതുപക്ഷ അനുഭാവികളിൽ നിന്നും സതീശൻ കടുത്ത ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. ഈ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM നുണയൻ സതീശൻ എന്ന പ്രചാരണവും നടത്തിയിരുന്നു. സതീശനെ സംബന്ധിച്ചിടത്തോളം UDFിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നതായിരുന്നു വെല്ലുവിളി. കോൺഗ്രസ് പ്രവർത്തകരുടെയും സഖ്യകക്ഷികളുടെയും മനോവീര്യം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു VD സതീശൻ മുൻഗണന നൽകിയത്. നേരത്തെ UDFിൽ നിന്ന് അകന്നു നിന്നിരുന്ന എഴുത്തുകാരൻ, സാമൂഹിക പ്രവർത്തകർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സതീശൻ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, നിലമ്പൂർ തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളിൽ 2022 മുതൽ 2024 വരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളായിരുന്നു VDയുടെ നേതൃത്വത്തിലുള്ള ആദ്യ പരീക്ഷണം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും 2025 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും UDFിനെ വൻ വിജയത്തിലേക്ക് നയിക്കാൻ ഇതോടുകൂടെ VD സതീശന് സാധിച്ചു. താഴെത്തട്ടിൽ കോൺഗ്രസിനെ സജീവമാക്കുന്നതിലും VD സതീശൻ മുഖ്യ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ ബൂത്ത് കമ്മിറ്റികൾ സജീവമാക്കുകയും KPCC, DCC നേതാക്കൾക്ക് ബൂത്തുകളുടെ ചുമതല നൽകുകയും ചെയ്തു. ജില്ലാതല നേതാക്കളുമായി നിരന്തരം ബന്ധപ്പെടുകയും നിർദ്ദേശങ്ങൾ നൽകി പുരോഗതി വിലയിരുത്തുകയും ചെയ്ത നേതാവ്. പ്രചാരണ വേളയിൽ മിക്ക കോൺഗ്രസ് സ്ഥാനാർത്ഥികളും സ്വന്തം മണ്ഡലത്തിൽ ഒതുങ്ങിപ്പോയപ്പോൾ VD സതീശൻ സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഓടിയെത്തിയ ഒരു വ്യക്തിയാണ്. VD സതീശന്റെ ശക്തമായ മതേതര നിലപാട് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള പ്രമുഖ സമുദായ നേതാക്കളുടെ രോഷത്തിന് കാരണമായി എന്നുള്ള വിലയിരുത്തലും വരുന്നുണ്ട്. മറ്റ് കോൺഗ്രസ് നേതാക്കൾ മൗനം പാലിച്ചപ്പോൾ സമൂഹത്തിലെ വർഗീയ ധ്രുവീകരണത്തിനെതിരെ VDയുടെ വിട്ടുവീഴ്ചകളില്ലാത്ത നിലപാട് എല്ലാ വിഭാഗങ്ങൾക്കിടയിലും സ്വീകാര്യത വർദ്ധിപ്പിച്ചു എന്നാണ് നിഗമനം. ഏതെങ്കിലും സമുദായത്തിന്റെ പേരെടുത്ത് പറയാതെ നിങ്ങളുടെ വോട്ട് ബാങ്ക് കയ്യിൽ തന്നെ വച്ചോളൂ എന്നുള്ളതായിരുന്നു VD സതീശന്റെ പ്രഖ്യാപനം. സംസ്ഥാനത്തെ കോൺഗ്രസ് കാര്യങ്ങളിൽ ചില സമുദായ നേതാക്കൾ ഇടപെടാൻ തുടങ്ങിയപ്പോൾ ക്രിസ്ത്യൻ പുരോഹിതർ ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയക്കാർക്ക് വിട്ടുകൊടുക്കൂ എന്ന് പറഞ്ഞ VD സതീശൻ വീണ്ടും രംഗത്തെത്തി. എറണാകുളത്തെ നെറ്റൂർ സ്വദേശിയായ സതീശൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കോൺഗ്രസിലേക്ക് എത്തുന്നത്. പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ NSUAയുടെ ദേശീയ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. നിയമ ബിരുദധാരിയായ സതീശൻ 2006 മുതൽ 2011 വരെയുള്ള LDF ഭരണകാലത്താണ് ഏറ്റവും ശക്തരായ കോൺഗ്രസ് നിയമസഭാ സാമാജികരിൽ ഒരാളായി വളർന്നു വന്നത്. കേരളത്തിലെ വ്യാജ ലോട്ടറി ഇടപാടുകളെ കുറിച്ച് നിയമസഭയിൽ VD നടത്തിയ വാദപ്രതിവാദങ്ങൾ ഏറെ ശ്രദ്ധേയമായി. ഇത് പിന്നീട് പ്രതിപക്ഷ നേതാവ് എന്ന നിലവിലുള്ള പ്രവർത്തന ശൈലിയിലേക്കും അവരെ കൊണ്ടെത്തിച്ചു. 2011 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സതീശനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ താല്പര്യപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് അത് നടന്നില്ല. പിൻകാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ വിവാദങ്ങളിൽ പെട്ടപ്പോഴും സതീശന്റെ ശബ്ദം ഉയർന്നു തന്നെ കേട്ടു. സുസ്ഥിര വികസനത്തിനായി ഗ്രീൻ പൊളിറ്റിക്സ് വാദിച്ച ചുരുക്കം നേതാക്കളിൽ ഒരാളാണ് VD സതീശൻ. പാർട്ടി നേതാക്കൾക്ക് സീറ്റ് നൽകുന്നതിൽ യോഗ്യതാ മാനദണ്ഡമാക്കണമെന്നും VD സതീശൻ വാദിച്ചത് ശ്രദ്ധേയം. ഒരു പുസ്തകപ്പുഴുവായ രാഷ്ട്രീയക്കാരൻ എന്ന പേരിലും VD സതീശനെ അറിയപ്പെടാറുണ്ട്. 2025 താൻ വായിച്ച ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള 60 പുസ്തകങ്ങളുടെ പട്ടിക VD പുറത്തുവിട്ടിരുന്നു.